ഹരേ കൃഷ്ണ. ഇന്ന് ധ്രുവ മഹാരാജാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കഥയാണ്. ധ്രുവൻ എന്ന പേരിൽ ഒരു നക്ഷത്രമുണ്ട്. അത് പൊളാരിസ് നക്ഷത്രമാണ്. ധ്രുവൻ്റെ കഥയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിന് ധ്രുവൻ എന്ന പേര് വന്നത്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഉത്താനപാദന് സുരുചി എന്നും സുനിധി എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനിധിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായി. ഒരു ദിവസം ഉത്താനപാർത്തൻ ഉത്തമനെ മടിയിലിരുത്തി. ലാളിക്കുന്നത് കണ്ട ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സുരുചി തടസ്സം നിന്നു. ഹൃദയം മുറിഞ്ഞ വേദനയിൽ ആ കുഞ്ഞു ബാലൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്കോടി. മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിഷ്ണു ഭക്തയായ സുനീതി ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സകല വിഷമങ്ങളും അകലുമെന്ന് ഉപദേശിച്ചു. അമ്മയുടെ വാക്കുകൾ കേട്ട് ധ്രുവൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് യാത്രയായി. 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞു ബാലൻ്റെ നിശ്ചയം കണ്ട് കൗതുകമാർന്ന നാരദ മഹർഷി വഴിയിൽ കുട്ടിയെ കണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അവൻ്റെ ഉദ്ദേശം കഠിന സാധ്യമാണെന്നും രാജ്ഞിയുടെ വാക്കുകൾ കാര്യമായെടുക്കാതെ കൊട്ടാരത്തിൽ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു. എന്നാൽ ധ്രുവൻ തൻ്റെ നിശ്ചയത്തിൽ നിന്നും പിന്മാറിയില്ല. കുട്ടിയുടെ ദൃഢനിശ്ചയം കണ്ട് സന്തുഷ്ടനായ മഹർഷി അവന് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കേണ്ട വിധം പറഞ്ഞുകൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപദേശിച്ചു. യമുനാ തീരത്ത് മധുവനത്തിൽ പോയി ശ്രീഹരിയെ ധ്യാനിക്കാൻ പറഞ്ഞു. 6 മാസത്തെ ഏകാഗ്രത തപസ്സുകൊണ്ട് ധ്രുവൻ ഭഗവാനെ പ്രീതിപ്പെടുത്തി. ഭഗവാൻ ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. സന്തോഷം കൊണ്ട് മതിമറന്ന ബാലൻ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നു. ഭഗവാനെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വിദ്യ അഭ്യസിക്കാത്ത ആ കുട്ടി അതിന് കഴിവില്ലാതെ കൈകൂപ്പി മൂകനായി നിന്നു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ വേദമയമായി തൻ്റെ ശംഖ് കൊണ്ട് അവൻ്റെ കവിൾത്തടം സ്പർശിച്ചു. അതോടെ കവിത്വവും പരമജ്ഞാനവും കൈവന്ന ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ധ്രുവനോട് ചോദിച്ചു, ധ്രുവ, നീ എൻ്റെ ഭക്തനാണ്, നിനക്ക് എന്തു വരം വേണം? അപ്പോൾ ധ്രുവൻ പറഞ്ഞു, വിഷ്ണു ഭഗവാനെ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ധ്രുവ, നീ ഒരു വളരെ നല്ല ഭക്തനാണ്, നിനക്ക് എൻ്റെ കൂടെ ആകാശത്തിൽ ഒരു സ്ഥാനം ലഭിക്കും. ധ്രുവൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തു. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും സപ്തർഷികൾക്കുമൊപ്പം ധ്രുവനക്ഷത്രമായി കൽപ്പാന്തകാലം കഴിയട്ടെ എന്നും അത്രയും കാലത്തോളം ശിവൻ്റെ സമീപത്തുള്ള ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ സുനീതിയും ജീവിക്കുമെന്നും അനുഗ്രഹിച്ചാണ് ഭഗവാൻ ധ്രുവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക, ആരാധിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗവതേ എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്നർത്ഥമാക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ഭഗവാൻ. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ. വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ, ദേവൻ. വാസുദേവൻ എന്നുള്ളതിന് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നർത്ഥം. അതായത് ഈശ്വരൻ തന്നോട് കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം.